ദേശീയപാതയിലെ മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനായി നിർമ്മിച്ച സമീപ റോഡുകളിലെ ഓടകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. മഞ്ചേശ്വരം ഉദ്യാവരമാടയിൽ നിർമ്മിച്ച ഓടയിൽ മാലിന്യം നിറഞ്ഞ പ്രദേശം ദുർഗന്ധപൂരിതമാണ്. സ്ഥലത്ത് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം കുണ്ടുകുളക്ക വഴി കടലിൽ ചേരും വിധത്തിലാണ് ഔപചാരം നിർമ്മിച്ചത്. എന്നാൽ നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും നിറഞ്ഞതോടെ പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. ഓടകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും വിധം പ്ലാസ്റ്റിക് കവറുകൾ, കപ്പുകൾ, നഗരമാലിന്യങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ എത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നരകതുല്യമായി. മൂക്കുപൊത്താതെ ഈ വഴി കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാലിന്യങ്ങൾ ചീഞ്ഞൊഴുകി വെള്ളം കെട്ടിക്കിടക്കുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് വരുന്നത്. പ്രാവശ്യം പോയി പഞ്ചായത്തിലോ അതിന് ബന്ധപ്പെട്ട ആൾക്കോട് പറഞ്ഞെങ്കിൽ എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി വരുന്നില്ല. വെള്ളം പോകുന്ന ഒരു വാട്ടർ ചാനലാണ് ഇത്. ആ വാട്ടർ ചാനലിൽ വെള്ളം പോകാൻ പറ്റാതെ കൊണ്ട് ആ വെള്ളം മറിഞ്ഞുകൊണ്ട് തൊട്ടടുത്ത എല്ലാ വീട്ടിലേക്കും എല്ലാ കിണറ്റിലേക്കും ഈ വെള്ളം കയറിയ കിണറ്റിനെ മലിനമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിനെ ആ വാട്ടർ ചാനൽ ക്ലിയർ ആക്കി കൊടുത്തെങ്കിൽ ഈ മിക്കവാറും പ്രോബ്ലം സോൾവ് ആവാൻ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഈ ഭാഗത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. പരിസരം മലിനമാക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഭാരിച്ച പിഴ ഈടാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നും നിലവിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കി വെള്ളം സുഗമമായി ഒഴുകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറയുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.